നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ അവസാന ദിവസങ്ങളിൽ വ്യാപകമായ വർഗീയ പ്രചരണം നടത്താൻ ബി.ജെ.പി. സംഘപരിവാരം ശ്രമിക്കുകയാണ് പാലക്കാട്. അതിന് മുഴുവൻ കുടപിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് സർക്കാരും CPM-ഉം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേലക്കരയിൽ പോലും അവസാന സമയം ക്രൈസ്തവ ഭവനങ്ങളിൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണം, അതിൻ്റെ ലഘുലേഖകൾ വിതരണം ചെയ്തു. ഞങ്ങൾ പരാതി കൊടുത്തു. ആ പരാതിയിന്മേൽ ഒരു കേസെടുക്കാൻ പോലും സർക്കാരോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ തയ്യാറായില്ല. ആ ലഘുലേഖകൾ വായിച്ചാൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി, വർഗീയമായ ഭിന്നതയുണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി നടത്തിയ പ്രചരണമാണ്. അതുപോലെ ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ബി.ജെ.പി. നേതാവ് ഗോപാലകൃഷ്ണനും ഇതുപോലെ തന്നെ വർഗീയമായി ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തി. അവർക്കെതിരായിട്ട് കേസെടുക്കാനുള്ള ധൈര്യം പിണറായി സർക്കാരിനില്ല. ശബരിമല പോലും സംഘർഷഭൂമിയാക്കി മാറ്റാൻ സംഘപരിവാർ ശ്രമിച്ചു. ഇതിൻ്റെ ഇടയിൽ എത്രയോ വർഷക്കാലത്തെ, നൂറുകണക്കിന് വർഷക്കാലത്തെ വിശ്വാസത്തിൻ്റെ, പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് ശബരിമലയിൽ. വാവര് നടയിൽ നിന്നും പേട്ടതുള്ളലുമായി പോകുന്ന ഭക്തിനിർഭരമായ യാത്ര, ദേവസ്വം ബോർഡുകൾ അല്ലേ, ഗവൺമെൻറ്റുകൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന എത്രയോ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി. ആ വാവര് നട പൊളിച്ചു കളയണം എന്ന് ബി.ജെ.പിയുടെ നേതാവ് പ്രസംഗിച്ചിട്ട് അയാൾക്കെതിരായി ഒരു കേസ് പോലും എടുക്കാൻ ഈ സർക്കാർ തയ്യാറായില്ല. ക്രൈസ്തവ ഭവനങ്ങളിൽ പോയി ഈ വർഗീയ പ്രചരണം നടത്തുന്ന ഈ സംഘപരിവാർ ഒരു കാര്യം അറിയണം. അവരാണ് വന്ധ്യവയോധികനായ ഫാദർ സ്റ്റാൻ സ്വാമിയെ ആദിവാസികളുടെ ഇടയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലാക്കിയത്. അദ്ദേഹം പാർക്കിൻസൺ അസുഖം ബാധിച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കാൻ പറ്റാത്ത ആളായിരുന്നു. അദ്ദേഹത്തെ ജയിലിൽ വെച്ച് പീഡിപ്പിച്ചു കൊന്നത് ഈ വർഗീയവാദികളാണ്. സാമൂഹ്യ പ്രവർത്തനത്തിന് ലോകം മുഴുവൻ മാതൃകയായ മദർ തെരേസയ്ക്ക് കൊടുത്ത ഭാരതരത്നം തിരിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ ആളുകളാണ് ഈ സംഘപരിവാറിൻ്റെ നേതാക്കൾ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ നടത്തുന്ന പ്രചരണങ്ങൾ. ഇപ്പോൾ മണിപ്പൂരിൽ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച കുക്കി വിഭാഗത്തിൽപ്പെട്ട 10-12 പേരെയാണ് വെടിവെച്ചു കൊന്നത്. വ്യാപകമായി അക്രമം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ പച്ചയ്ക്ക് കത്തിക്കുകയാണ്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ. അവർക്കൊന്നും സംരക്ഷണം കൊടുക്കാൻ തയ്യാറാകാതെ, മണിപ്പൂർ സന്ദർശിക്കാൻ പോലും തയ്യാറാകാതെ പ്രധാനമന്ത്രി നിൽക്കുകയാണ്. എന്നിട്ടാണ് ഇവർ കുഞ്ഞാടുകളെ പോലെ ഈ ക്രൈസ്തവ ഭവനങ്ങളിൽ പോയി ഈ ഭിന്നിപ്പെടുന്നത്. അത് തിരിച്ചറിയാനുള്ള ബോധ്യം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. ഇവരെ മുനമ്പം വിഷയത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യാപകമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രചരണം കൂടിയാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. വർഗീയതയുമായി സന്ധി ചെയ്ത് CPM അവരിവിടെ 3-ാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ നിയോജക മണ്ഡലത്തിൽ 3-ാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുക. അവർക്ക് ജയിക്കാൻ കഴിയില്ല എന്നവർ വ്യക്തമായി. എന്നിട്ട് ബി.ജെ.പിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണവുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളറിയണം, ഈ ബി.ജെ.പിയിൽ സീറ്റ് അന്വേഷിച്ചു പോയ ഒരാളെ EP ജയരാജൻ പറഞ്ഞതുപോലെ ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടിയ ഒരാളെ CPM-ന്റെ സ്ഥാനാർത്ഥിയാക്കി ഞങ്ങൾ മത്സരത്തിനില്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. ഇന്നലെ അദ്ദേഹം വന്ന് ഞങ്ങളെല്ലാം വെല്ലുവിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ആ സ്ഥാനാർത്ഥിയുടെ ഇന്നലത്തെ മറുപടിയിൽ തന്നെ എല്ലാ കാര്യമുണ്ട്. നിങ്ങൾ ഇതൊരു തുടക്കമാണ്. ബി.ജെ.പിയിൽ നടക്കുന്നത് കലാപമാണ്. കാരണം കുറേ അഴിമതിക്കാരുടെ, കള്ളപ്പണക്കാരുടെ, ഹവാല ഇടപാടുകളുടെ എല്ലാവരുടെയും കൂടി ഒരു നേതൃത്വമാണ് കേരളത്തിലെ ബി.ജെ.പിയിലുള്ളത്. അദ്ദേഹം ഈ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഔദാര്യത്തിൽ നിൽക്കുന്ന ഒരാളാണ്. നന്ദിയുള്ള ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ.
അദ്ദേഹത്തിന്റെ കേസുകളിൽ സഹായിച്ചപ്പോൾ പകരം കൊടകര കുഴൽപ്പണ കേസിൽ പ്രതിയാകേണ്ട BJP സംസ്ഥാന പ്രസിഡന്റ് സാക്ഷിയായി. മഞ്ചേശ്വരം കോഴക്കേസിൽ 12 മാസം കൊണ്ട് പ്രോസിക്യൂഷൻ കൊടുക്കേണ്ട കുറ്റപത്രം 17 മാസം കൊണ്ട് കൊടുത്ത് ഡിസ്ചാർജ് മേടിച്ചു ഇല്ലേ? കോടതി എന്താ പറഞ്ഞത്? ഒരു ഡിലേ കണ്ടോൺ ചെയ്യാനുള്ള ഒരു പെറ്റീഷൻ പോലും പ്രോസിക്യൂഷൻ കൊടുത്തില്ല. അത്രയും ശ്രദ്ധിച്ചു മുഖ്യമന്ത്രി. ഡിലേ കണ്ടോൺ ചെയ്യണം, മാപ്പാക്കണം എന്നൊരു അപേക്ഷ കൊടുത്താൽ സുരേന്ദ്രനെ പ്രതിയാക്കിയാലോ കോടതി എന്ന് വിചാരിച്ച് 2 കേസിലാണ് നന്ദി കാണിച്ചത്. ഭയങ്കര നന്ദിയുള്ള ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഞങ്ങളൊന്നൊരു ഫോണിൽ പോലും ഇങ്ങനെയുള്ള ആളുകളുമായി സംസാരിക്കുന്ന ആളുകളല്ല. ഇതൊക്കെ ഞങ്ങൾ തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങളുടെ ക്ലാരിറ്റിയാണ്, ഞങ്ങളുടെ സെക്യുലർ സ്റ്റാൻഡാണ്. ഒരു വിട്ടുവീഴ്ചയില്ല. ഭൂരിപക്ഷ വർഗീയതയെയോ ന്യൂനപക്ഷ വർഗീയതയെയോ ഞങ്ങൾ താലോലിക്കില്ല. ഒരു തരത്തിലും വോട്ട് കിട്ടാൻ വേണ്ടിയോ ജയിക്കാൻ വേണ്ടിയോ ഒരാളെ സൂചിപ്പിച്ച് അതിന്റെ പുറകെ ഞങ്ങൾ പോവില്ല. ആ സെക്യുലർ പൊസിഷനിങ് ആണ് വളരെ ക്ലിയർ. ഇതൊക്കെ പച്ചക്കള്ളമാണ്. ഞങ്ങൾ ഇതൊക്കെ എത്ര പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പറയണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ചോദിക്കല്ലേ? അല്ലല്ല, നിങ്ങളിത് എന്തും ചോദിക്കാന്നുള്ള ലീവല്ലേ? ഞങ്ങൾ പറഞ്ഞു തീർക്കട്ടെ. അതായത് ഞങ്ങള് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ എന്താ പറഞ്ഞത്? എന്തിനാ എല്ലാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്നത്? ഇത് ആവർത്തിക്കേണ്ട ആൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 35 ദിവസം CAA കുറിച്ചാണ് പറഞ്ഞത്. അന്ന് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. അത് കഴിഞ്ഞ് ന്യൂനപക്ഷം വോട്ട് ചെയ്തില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനുശേഷം ന്യൂനപക്ഷത്തെ ആക്രമിച്ച് ഭൂരിപക്ഷ പ്രീണനമാണ്. ഇങ്ങനെ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ നയം മാറ്റുന്ന ഒരു സമീപനം കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ UDFനോ ഇല്ല. ശക്തമായ നിലപാടാണ്. പക്ഷേ ഇവിടെ BJP നേതൃത്വം ശ്രമിക്കുന്നത് CPMന്റെ സഹായത്തോടു കൂടി ഈ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഭിന്നിപ്പ്, മതങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പ്, അതിന് ഞങ്ങൾ കൂട്ടുചേരില്ല. അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. അതല്ലേ, അതൊരു പ്രഖ്യാപനമല്ലേ? വർഗീയതയുടെ ക്യാമ്പ് വിട്ട് മതേതരത്വത്തിന്റെ ക്യാമ്പിലേക്ക് വരുന്നു എന്ന് പറയുന്നതല്ലേ ഏറ്റവും പ്രധാനം. അതാണ് ഞങ്ങള് സന്ദീപിനെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.